ഇനി നമുക്ക് കുക്കറിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. എന്നിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ആക്കിയെടുക്കുന്നത്. എന്നിട്ട് വേവിച്ചതിന് ശേഷം ഞാനിത് അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചിരകി ഇത് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഒരു തേങ്ങ. എന്നിട്ട് ചിരകിയിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ആയിട്ടാണ് എടുക്കുന്നത്. ഇതേപോലെ 4 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മളെ കുക്കറിലുള്ള ചക്കക്കുരു നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അത് എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ചൂട് തണിയാൻ വേണ്ടിയിട്ടാണ് മാറ്റിയെടുക്കുന്നത്. എന്നിട്ട് ബാക്കി അല്പമുള്ളത് ഞാൻ അത് ഒരു കരണ്ടി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ബാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് തന്നെ ഒഴിക്കാം. നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിൽ 1-ാം പാൽ മാറ്റിയതിന് ശേഷം 2-ാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ഈ പാലിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വേണം നമ്മൾ ഈ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര ആക്കിയിട്ടുള്ളത് അരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതുകൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഏലക്ക പൊടിച്ചതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കട്ടുള്ളൂ. അരിച്ച് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശർക്കരയിൽ കല്ലോ മണ്ണോ പൊടിയൊക്കെ ഉണ്ടാവും. ഞാനിത് ഈ അരിപ്പ ഈ കുക്കറിൽ തന്നെ വെച്ചിട്ടാണ്, ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ട് ഒരു 4 ആണി തന്നെ ഇതിൻ്റെ മധുരം നല്ല പാകമായിട്ട് തന്നെ കിട്ടും. നമുക്ക് എന്നിട്ട് മറ്റൊരു ചീനച്ചട്ടിയിൽ നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തത് ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് തേങ്ങാക്കൊത്ത് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മളെ പായസം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക.